ഫ്യൂച്ചർ ട്രെൻഡ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് തീർച്ചയായും നമ്മളുടെ രാജ്യത്തെ എക്കണോമിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന രണ്ട് സെഗ്മെൻറ്റാണിത്. ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുമ്പോൾ അത് എല്ലാ തരത്തിലുള്ള റോഡിൽ കൂടെയുള്ള ട്രാൻസ്പോർട്ടേഷൻ ആവാം, എയറിൽ കൂടി ആവാം, ട്രാൻസ്പോർട്ടേഷനിലെല്ലാം വരുന്നുണ്ടാവും. പാസഞ്ചർ സെഗ്മെൻറ്റ് വരുന്നുണ്ടാവും, കാർഗോസ് വരുന്നുണ്ടാവും. ലോജിസ്റ്റിക്സ് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അതിനകത്ത് എല്ലാ തരത്തിലും കൊറിയർ സർവീസ്, കാർഗോ മൂവ്മെൻറ്റ്സ്, ഇതെല്ലാം നമുക്ക് കൊണ്ടുവരുന്ന ഒരു വലിയൊരു ഹ്യൂജ് സെക്ടറാണ്. ഇൻഫാക്റ്റ് കോടിക്കണക്കിന് ആൾക്കാർ അവരുടെ ജീവിതത്തിന് വേണ്ടി അല്ലെങ്കിൽ ഉപജീവന മാർഗത്തിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു സെക്ടറാണ് ഈ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ്. മാത്രവുമല്ല, പലപ്പോഴും ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു രാജ്യം, ഈ രാജ്യത്തിൻ്റെ ഒരു രാജ്യത്തൊരു ബിസിനസ്സോ ഒരു കമ്പനിയോ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ അവരെല്ലാവരും ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ ചലഞ്ചും ഈ ഒരു ലോജിസ്റ്റിക്സ്, അതേപോലെ ഹൗ ടു റീച്ച് ഔട്ട് ടു ദ മാർക്കറ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഇൻഡസ്ട്രി വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇൻഡസ്ട്രിയെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അതുമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനോ തീരുമാനിച്ചത്. ട്രാൻസ്പോർട്ടേഷൻ രംഗത്തുണ്ടായ മാറ്റം നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. വലിയ മാറ്റം ഈ കഴിഞ്ഞ 10 വർഷത്തിന് ഉണ്ടായിക്കഴിഞ്ഞു. വെറുതെ വളരെ എക്സാമ്പിളായിട്ട് നോക്കിയാൽ നമ്മളുടെ പാസഞ്ചർ കാർ സെഗ്മെൻറ്റ് അല്ലെങ്കിൽ അതിനകത്ത് തന്നെ നോക്കിയാൽ ടാക്സി സർവീസ് എടുത്ത് നോക്കിയാൽ നമ്മളുടെയൊക്കെ നാട്ടിൽ പണ്ട് കുറേ കാലം മുമ്പ് വരെ, ഇപ്പോഴും ഉണ്ട് മിക്ക സ്ഥലത്തും, പക്ഷേ ഇപ്പോൾ എറണാകുളം, കൊച്ചി ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ പല ടാക്സി സർവീസ് ഏജൻസികളും ഉണ്ടായിരുന്നു. ഇവർ ചെയ്തിരുന്നത്, ഇവർക്ക് ചില ആൾക്കാർക്ക് 5, 8, 10 കാറുകളൊക്കെ ടാക്സി ആയിട്ട് വിളിച്ചെടുത്തിട്ടുണ്ടാവും. നമ്മൾക്ക് ആവശ്യമുള്ള സമയത്ത് നമ്മൾ ബുക്ക് ചെയ്യുന്നു, അതനുസരിച്ച് അവർ വിടുന്നു. അത്യാവശ്യത്തിന് വിളിച്ചാൽ പലപ്പോഴും വണ്ടി ഉണ്ടായെന്ന് വരത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓല, ഊബർ ഇതുപോലുള്ള ഓൺലൈൻ ടാക്സി കമ്പനികൾ മാർക്കറ്റിലേക്ക് വരുന്നത്. ഇവരെന്താണ് ചെയ്തതെന്ന് ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇവർ പുതിയ ടാക്സി സർവീസ് കമ്പനിയൊന്നും തുടങ്ങിയില്ല. ഇവർക്കാർക്കും ടാക്സി കിട്ടില്ല താനും. സ്വന്തം ഒരു കാർ പോലും ഇവരുടെ പേരിലില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടാക്സി സർവീസ് കമ്പനി മേരു എന്ന് പറയുന്ന കമ്പനി, ബോംബെയിലും ബാംഗ്ലൂരും ഒക്കെ എയർപോർട്ടിൽ പോയി ഇറങ്ങിയിട്ടുള്ള ആൾക്കാർക്ക് അറിയാം, ഒരു 5 വർഷം മുമ്പ് വരെ എല്ലാ ആൾക്കാരും ഉപയോഗിച്ചിരുന്ന ഒരു പക്ഷേ മേരു ക്യാബായിരുന്നു കൂടുതലും. മറ്റതുപോലുള്ള മറ്റു പല സർവീസുകൾ അവിടെ ഉണ്ടെങ്കിൽ പോലും ഏകദേശം 45,000-ഓളം കാറുകൾ സ്വന്തമായിട്ട് ഓൺ ചെയ്തതാണ് മേരു ക്യാബ്സ്. ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഓലയും അതേപോലെ തന്നെ ഊബറും ഉണ്ടാക്കിയ ഡിസ്റപ്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അവർ നിലവിലുണ്ടായിരുന്ന ടാക്സി ഓണേഴ്സ് അല്ലെങ്കിൽ വണ്ടികൾ ഓൺ ചെയ്തിരുന്ന ആൾക്കാർ സ്വന്തമായിട്ട് ഒരു വണ്ടിയെങ്കിലും ഉള്ള ഒരാൾക്ക് അവർക്ക് ലിസ്റ്റ് ചെയ്ത് അവർക്ക് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ സാധിക്കുന്നു. ഇവിടെ എന്താണ് സംഭവിച്ചത്? പുതുതായിട്ടൊരു ടാക്സി സർവീസ് അവർ തുടങ്ങിയിട്ടില്ല, പുതിയ കാറുകൾ അവർ വാങ്ങി നിരത്തിലിറക്കിയിട്ടില്ല. അവരാകെ കൂടി ചെയ്തത് നിലവിലുണ്ടായിരുന്ന ഒരു സംവിധാനത്തെ, ഒരു ഇൻഫ്രാസ്ട്രക്ചറിനെ അവർ മാക്സിമം ലിവറേജ് ചെയ്തു. ഇൻഫാക്റ്റ് എന്താണ് അതിൻ്റെ ഒരു യുണീക്ക് വാല്യൂ പ്രപ്പോസിഷൻ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. മേക്കിംഗ് ലൈഫ് ഈസി ഫോർ എവരിബഡി. ശരിക്കും നോക്കിയാൽ ഒരു പാസഞ്ചർ എന്നുള്ള രീതിയിൽ ഞാൻ നോക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതം വളരെ സുഗമമായി. കാരണം എനിക്ക് എപ്പോഴാണോ ഒരു കൊച്ചിയിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരിടത്തേക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ എടുക്കുക, എൻ്റെ മൊബൈലിൽ ഓലയുടെയോ അല്ലെങ്കിൽ ഊബറിൻ്റെ ആപ്പ് ഉണ്ടെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ എനിക്കറിയാം എത്ര മിനിറ്റിൽ ഞാൻ നിൽക്കുന്ന ലൊക്കേഷനിൽ ആ കാർ വന്നെത്തും എന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് വളരെ ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ സാധിക്കുന്നു. പണ്ടൊരു ട്രാവൽ ഏജൻറ്റിനെ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് ഓപ്പറേറ്ററെ അല്ലെങ്കിൽ ടാക്സി ഓപ്പറേറ്ററെ വിളിച്ച് ചോദിച്ച് കാർ ഉണ്ടോ എന്ന് മനസ്സിലാക്കി സമയമെടുത്ത് ചിലപ്പം 3/4 മണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അയാൾക്കൊരു വണ്ടി തിരിച്ചു വരുന്നത് തന്നെ. ഇതൊന്നും വേണ്ട, ഇത് ആ മൊമെൻറ്റിൽ എനിക്കറിയാം, അവൈലബിലിറ്റി അറിയാം. സോ ആക്സസിബിലിറ്റി അല്ലെങ്കിൽ എനിക്ക് ആ ഒരു സർവീസ് എനിക്ക് കിട്ടാനുള്ള ചാൻസ് അല്ലെങ്കിൽ അതിനുള്ള ഓപ്പർച്യൂണിറ്റി കുറച്ചുകൂടി ഈസിയായി. നമ്പർ 1. നമ്പർ 2, ട്രാൻസ്പെറൻ്റായി. കാരണം കൃത്യമായി എനിക്കറിയാം, ഞാൻ ഇവിടുന്ന് യാത്ര ചെയ്യുന്നത് സപ്പോസ് ആലുവയിലേക്കാണെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര രൂപ വരും എന്നുള്ള ഉൾപ്പെടെ വ്യക്തതയുണ്ട് അതിനകത്ത്. ഞാൻ എൻ്റെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഇൻവോയ്സും കിട്ടുന്നുണ്ട്. സോ അബ്സല്യൂട്ട്ലി ട്രാൻസ്പെറൻ്റായി. 3, ഈ ഡ്രൈവറെക്കുറിച്ചുള്ള വിവരങ്ങളും അതിനകത്തുണ്ട്. ഡ്രൈവറെ ആർക്ക് വേണമെങ്കിൽ റേറ്റ് ചെയ്യാം. അതുകൊണ്ട് ഡ്രൈവർ എപ്പോഴും പെർഫോം ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ ഇറ്റ് മെയ്ഡ് ലൈഫ് ഈസി ഫോർ ദ പാസഞ്ചർ. ഡ്രൈവറെ സംബന്ധിച്ചോ, ഒരു സ്വന്തമായിട്ടൊരു കാറ് വാങ്ങി ഓടിച്ചുകൊണ്ട് വരുമാന മാർഗ്ഗമാക്കി മാറ്റിയിട്ടുള്ള ഒരാളെ സംബന്ധിച്ച് ഇതിനേക്കാൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? കാരണം ആളെ സംബന്ധിച്ചൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആൾ എവിടെ നിന്നാലും അടുത്ത് എവിടുന്നെങ്കിലും ഒരു കോൾ വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാൾ ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ആൾക്ക് അപ്പോൾ തന്നെ ഒരു സർവീസ് കിട്ടും. ബാംഗ്ലൂരൊക്കെ ഓൺലൈൻ ടാക്സിയിലുള്ള അല്ലെങ്കിൽ ഓലയിലോ ഊബറിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് ഒരു പാസഞ്ചറെ ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് 5 മീറ്റർ അല്ലെങ്കിൽ മാക്സിമം 10 മീറ്റർ അടുത്ത് തന്നെ അടുത്ത പാസഞ്ചർ ഉണ്ടാവും. അവർക്കപ്പോൾ വെറുതെ ഉള്ള ഈ വേസ്റ്റ് ആവുന്ന സമയം അല്ലെങ്കിൽ അതിന് വേണ്ട കിലോമീറ്റർ ഒട്ടും തന്നെ ഇല്ല എന്നുള്ളത് അവർക്ക് വലിയൊരു അഡ്വാൻറ്റേജാണ്. ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് അഡ്വാൻറ്റേജാണ്. കാരണം 100% ട്രാൻസ്പെറൻ്റ് ആണ്, ഫുള്ളി ടാക്സ് പേ ചെയ്യപ്പെടുന്നു, ഇതിനകത്ത് വേറെ തിരിമറികളൊന്നുമില്ല. സോ ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സർവീസ്, ഈ ഒരു ഓൺലൈൻ ടാക്സി സർവീസ് വന്നതോടുകൂടി നമ്മളുടെ ടാക്സി എന്ന് പറയുന്ന കോൺസെപ്റ്റ്, ആ ഒരു സർവീസിനെ മൊത്തത്തിൽ ഡിസ്റപ്റ്റഡായി. ഇതൊന്നും നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റുന്നതല്ല, സമരം ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഞങ്ങളിവിടെ നടത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊക്കെ ലോകത്ത് വന്നുകൊണ്ടിരിക്കുന്ന അനിവാര്യമായ മാറ്റങ്ങളാണ്. മേക്ക് മൈ ട്രിപ്പും അതേപോലെ ക്ലിയർ ട്രിപ്പ് പോലുള്ള ഓൺലൈൻ പോർട്ടലുകൾ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? നമ്മളുടെ നിലവിലുള്ള ട്രാവൽ ഏജൻറ്റുകളാണ് ബുദ്ധിമുട്ടിലായത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നൊരു ഫ്ലൈറ്റ് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് എനിക്ക് പോയിട്ട് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം.
എനിക്കൊരു ട്രാവൽ ഏജൻറ്റിൻ്റെ ആവശ്യമില്ല. സോ ഇനി വരുന്ന കാലത്ത് അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ആൾക്കാർ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന കാലമാണല്ലോ ഇത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ രംഗത്ത് വന്നിട്ടുള്ള വലിയ ഡിസ്ട്രപ്ഷൻസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് എന്തെന്നുള്ളതാണ് ചോദ്യം. ഇനി വരാൻ പോകുന്നത് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള 2020 വരാൻ പോകുന്ന ഏറ്റവും ഡിസ്ട്രപ്റ്റീവ് ആയിട്ടുള്ള മോഡൽ ഡ്രൈവർലെസ് കാറുകളാണ്. ഈ ഡ്രൈവർലെസ് കാറുകൾ കൊണ്ടുവരാൻ പോകുന്ന ആരാണ്? ടൊയോട്ടയോ അല്ലെങ്കിൽ മെർസിഡീസ് ബെൻസോ അല്ലെങ്കിൽ നമ്മളുടെ BMW ഒക്കെ കൊണ്ടുവരുന്നതിന് മുമ്പ് അതിനൊക്കെ ആദ്യം ഈ ഡ്രൈവർലെസ് കാർ മാർക്കറ്റിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത് ഗൂഗിളും ആപ്പിളുമാണ്. ആലോചിച്ച് നോക്കുക, ഇന്ന് വരെ കാർ എന്ന് പറയുന്ന സെഗ്മെൻറ്റിൽ പോലും ഒരിക്കലും ചിന്തിക്കാത്ത, ഓട്ടോമൊബൈൽ സെഗ്മെൻറ്റിൽ ഒരിക്കലും എൻ്റർ ചെയ്യാത്ത 2 ടെക്നോളജി കമ്പനികളാണ് ഡ്രൈവർലെസ് കാറുമായി വരുന്നത്. ദാറ്റ് മീൻസ് അതിൽ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങൾ ചെയ്യുന്ന ബിസിനസ്സിൽ പലപ്പോഴും നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സെയിം ഇൻഡസ്ട്രിയിൽ നിന്നായിരിക്കില്ല. ഏറ്റവും ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് പുറത്തുനിന്നുള്ള ഇൻഡസ്ട്രിയിൽ നിന്നായിരിക്കും. അതാണിപ്പോൾ ഇവിടെ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത്. അത് കൂടാതെ ടെസ്ല ഓൾറെഡി ഡ്രൈവർലെസ് കാർ കൊണ്ടുവന്ന് കഴിഞ്ഞു, ഓൾറെഡി ഇത് ഓടി തുടങ്ങി കഴിഞ്ഞു. ഗൂഗിൾ ആണെന്നുണ്ടെങ്കിൽ പറയുന്നത് ഏകദേശം 14 ലക്ഷം കിലോമീറ്റർ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു അവരുടെ ഡ്രൈവർലെസ് കാർ. ഈ 14 ലക്ഷം കിലോമീറ്റർ ടെസ്റ്റ് ഡ്രൈവ് നടന്നിട്ട് ആകെ കൂടി അതിനിടയ്ക്കുണ്ടായ ആക്സിഡൻറ്റ് എന്ന് പറയുന്നത് 2 or 3 ആണ് പോലും. മനുഷ്യൻ എന്ന് പറയുന്ന നമ്മളൊക്കെ ഓടിക്കുന്ന കാറുകൾ 14 ലക്ഷം കിലോമീറ്റർ ഓടിയാൽ അപ്രോക്സിമേറ്റ്ലി 14 ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്നാണ് അവരുടെ കണക്ക് പറയുന്നത്. ഒരു വർഷം 1.2 മില്യൺ എന്ന് വെച്ചാൽ 12 ലക്ഷം ആൾക്കാരുടെ ജീവൻ ആക്സിഡൻറ്റുകളിൽ, റോഡ് ആക്സിഡൻറ്റിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കണക്ക്. ഈ ഡ്രൈവർലെസ് കാർ വരുന്നതോടുകൂടി അതിന് വലിയൊരു സൊല്യൂഷനായിട്ട് മാറും എന്നുള്ളതാണ് ഇവരെല്ലാം പ്രൊജക്റ്റ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് ഇനി സമൂഹത്തിൻ്റെ ഒരു ആവശ്യമായിട്ട് മാറാൻ പോവുകയാണ് ഡ്രൈവർലെസ് കാറുകൾ. അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും, ഡ്രൈവർലെസ് കാറൊക്കെ ഇവിടെ ഓടുമോ? കാരണം നമ്മുടെ റോഡിൽ കൂടെ ഡ്രൈവർക്ക് തന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്നില്ല, പിന്നെയാണ് ഈ ഡ്രൈവർലെസ് കാർ വന്നിട്ട് എങ്ങനെ ഓടും? ഇത് വറി ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് സൊല്യൂഷൻ ഓൾറെഡി ടെക്നോളജിയിൽ ഉണ്ടായിക്കഴിഞ്ഞു. ഡ്രൈവർലെസ് കാറുകൾ സപ്പോസ് ഇപ്പോൾ നമ്മളുടെ വൈറ്റില ജംഗ്ഷനിൽ ഡ്രൈവർലെസ് കാറിന് പ്രയാസമുണ്ട്, ഇതിങ്ങനെ തട്ടിമുട്ടി പോകുന്ന, ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ട്രാഫിക് കൺജഷൻ ഉള്ളിടത്ത് പോലും ഇതിന് ഏറ്റവും സേഫായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ സാധിക്കുന്നുണ്ടാവും. നിങ്ങൾ ഇതിൻ്റെ വിഷ്വൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. പക്ഷേ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത്, വലിയ ട്രാഫിക് ബ്ലോക്കുകൾ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് സൊല്യൂഷൻ ഉണ്ട്. ഡ്രോൺ ഡ്രിവൺ കാറുകളുണ്ട്. ഈ ഡ്രോൺസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കല്യാണത്തിനൊക്കെ പോയി നിൽക്കുന്ന സമയത്ത് ഈ ഹെലിക്യാം എന്ന് പറഞ്ഞൊരു സാധനം കണ്ടിട്ടുണ്ടാവും, ഇങ്ങനെ മുകളിൽ കൂടെ പറന്നു വന്ന്. ഈ ഹെലിക്യാമിൻ്റെ കുറച്ചുകൂടെ വലിയൊരു സംവിധാനമായിട്ട് ആലോചിച്ചാൽ മതി. അതിനാണ് ഡ്രോൺ എന്ന് പറയുക. ഇതൊക്കെ ഡ്രോണാണ്. സോ ഡ്രോൺ ഡ്രിവൺ കാർസ് ഉണ്ട്. അപ്പോൾ കാറുകളെ ഡ്രോൺ ഡ്രൈവ് ചെയ്യുക. സോ ദാറ്റ് മീൻസ് ട്രാഫിക് ബ്ലോക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ പറന്ന് പൊങ്ങി അതിന് മുകളിൽ കൂടെ പോയിക്കോളൂ. എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കി. എക്സൈറ്റിംഗ് അല്ലേ? അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ട്രാഫിക് ബ്ലോക്കിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. നിങ്ങളിങ്ങനെ ആകാശത്തൂടെ രാവിലെ നിങ്ങൾക്ക് ചന്തയിൽ പോയിട്ട് എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാർ എടുക്കുക, ഇങ്ങനെ പറന്നു പോവുക. അപ്പോൾ അപ്പുറത്തൂടെ നിങ്ങളുടെ അയൽവക്കത്തെ വീട്ടിലെ തോമസ് ചേട്ടനും വേറൊരു കാറിൽ ഇങ്ങനെ പറന്നു പോകുന്നത് കാണാൻ പറ്റും. ഇത് വരാൻ പോകുന്ന ഫ്യൂച്ചറാണ്. ഇതൊന്നും ഫാൻറ്റസിയൊന്നും അല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ദിസ് ഇസ് ദ വേ ദ വേൾഡ് ഈസ് ചേഞ്ചിങ്. അതുകൊണ്ട് നമ്മളുടെ ട്രാൻസ്പോർട്ടേഷൻ മേഖല മൊത്തത്തിൽ ഡിസ്റപ്റ്റഡ് ആകും. മൊത്തത്തിൽ വലിയ ഹ്യൂജ് ആയിട്ടുള്ള ചേഞ്ച്. ഡ്രൈവർലെസ് കാറുകൾ വരുന്നതോടുകൂടി ഒത്തിരി ആൾക്കാർക്ക് തൊഴിലില്ലാതാവും എന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരണത്തിന് ആവശ്യമില്ല. പക്ഷേ ആൾക്കാർ ജീവിക്കുന്ന രീതി തന്നെ മാറ്റുന്ന ഒന്നായിരിക്കും ഈ ഡ്രൈവർലെസ് കാറുകൾ. ലോജിസ്റ്റിക്സിൽ അതേപോലെ തന്നെ വരാൻ പോകുന്ന വലിയൊരു മാറ്റമാണ് ഈ ഡ്രോൺസ് തന്നെ ഉണ്ടാക്കാൻ പോകുന്ന മാറ്റം. ഓൾറെഡി ഇന്ത്യയിൽ ഡ്രോൺസിന് ഡെലിവറി, അതായത് ഡ്രോൺസ് ഡെലിവറിയിൽ ലോജിസ്റ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കൊറിയർ ഡെലിവറി എന്ന് നമ്മൾ പറയുന്ന പോലെ ഇന്ന് ഡെലിവറികൾ ചെയ്യാനായിട്ട് ഡ്രോൺസിനെ ഡിപ്ലോയ് ചെയ്യാനുള്ള ലൈസൻസ് ഇന്ത്യ ഗവൺമെൻറ് കൊടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ഏകദേശം 3 മാസം മുമ്പ് ഇന്ത്യ ഗവൺമെൻറ് അതിൻ്റെ പെർമിഷൻസ് ഇഷ്യൂ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞു. ബാംഗ്ലൂർ പോലുള്ള പല സിറ്റികളിലും അതിൻ്റെ ട്രയൽസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അതുകൊണ്ട് അഡ്വാൻറ്റേജ് എന്ന് ചോദിച്ചാൽ, നിങ്ങളൊരു ഫുഡ് ഐറ്റം ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപക്ഷെ ഒരു കൊറിയർ ബോയ് ആയിരിക്കും അത് കൊണ്ടുവരുന്നത്. കുറച്ച് നാളുകൾക്കകം തന്നെ അത് കൊണ്ടുവരാൻ പോകുന്ന ഒരു ഡ്രോൺ ആയിരിക്കും. പറന്നൊരു ഡ്രോൺ നിങ്ങളുടെ വീടിന് മുമ്പ് വന്ന് നിൽക്കുന്നുണ്ടാവും. ആ ഡ്രോൺ നിങ്ങളുടെ എന്താണോ നിങ്ങൾ ഓർഡർ ചെയ്തിരിക്കുന്ന ഐറ്റം അവിടെ ഡെലിവറി ചെയ്തിട്ട് ഡ്രോൺ പോകുന്നുണ്ടാവും. സോ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ടാവും. ചിലപ്പോൾ തോന്നുന്നുണ്ടാവും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ കാണാൻ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ കൊറിയർ കമ്പനികളുടെയൊക്കെ അവസ്ഥ എന്താവും? അത് നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒരുപക്ഷെ അവരൊക്കെ ഡ്രോൺ കമ്പനികളായിട്ട് മാറേണ്ടി വന്നു വരും. കാരണം ഒരു കാര്യം മനസ്സിലാക്കേണ്ട, നിക്കോണും ക്യാനോനും ലോകത്തിലെ ഏറ്റവും വലിയ ക്യാമറ കമ്പനികളായിരുന്നു. ഇന്നും അത് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപക്ഷെ അവർക്ക് എത്താവുന്ന ദൂരത്തിലേക്ക് അവർക്ക് എത്താൻ സാധിക്കാതെ പോയത് മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിൽ ക്യാമറ വന്നതോടുകൂടിയാണ്. ഒരിക്കലും അവർ ചിന്തിക്കാത്തൊരു കോമ്പറ്റീഷനായിരുന്നു അത്. കാരണം എപ്പോഴും നിക്കോണും ക്യാനനുമായിട്ട് കോമ്പീറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു. അവർ തമ്മിലുള്ള സ്ട്രാറ്റജികൾ മുഴുവൻ അവർക്കിടയിലായിരുന്നു സ്ട്രാറ്റജികൾ. എങ്ങനെ ക്യാനനെ കോമ്പീറ്റ് ചെയ്യാമെന്നുള്ള നിക്കോണും, എങ്ങനെ നിക്കോണെ കോമ്പീറ്റ് ചെയ്യാമെന്നുള്ള ക്യാനനുമാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഇവരൊരിക്കലും കരുതിയിരുന്നില്ല ഇപ്പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഈ മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ആൾ ക്യാമറയായിട്ട് അവതരിക്കും എന്നുള്ളവർക്ക് അറിഞ്ഞിരുന്നില്ല. ഇന്ന് കൂടുതൽ ആൾക്കാർ പടം എടുക്കുന്നു, കൂടുതൽ ആൾക്കാർ ഫോട്ടോഗ്രാഫേഴ്സായി, എല്ലാവരും ഫോട്ടോഗ്രാഫേഴ്സായി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ
സച്ച് പ്രൊഫഷണൽ ക്യാമറ എന്നുള്ള രീതിയിൽ പോലും അവരുടെ സെയിൽസ് അവർ വിചാരിക്കുന്ന ലെവലിലേക്ക് അവർക്ക് ഉയർത്താൻ സാധിക്കുന്നില്ല. കാരണം എപ്പോഴും ഡിസ്റപ്ഷൻസ് ഉണ്ടാകുന്നത് നമ്മളറിയാത്ത, നമ്മളുടെ അതേ മേഖലയിലല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിന്ന് വരുമ്പോഴാണ് ഡിസ്റപ്ഷനായിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ കൊറിയർ സർവീസുകൾ, അതേപോലെ ലോജിസ്റ്റിക്സ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാർ തീർച്ചയായിട്ടും 2020 ശേഷമുള്ള കാലങ്ങളെക്കുറിച്ച് കാര്യമായി ചിന്തിക്കേണ്ടതാണ്. കാരണം ഡ്രോൺസ് പൂർണ്ണമായും ലോജിസ്റ്റിക്സിൽ മേജറായിട്ടുള്ളൊരു റോൾ പ്ലേ ചെയ്യാൻ പോവുകയാണ്. സോ ഞാനിപ്പോൾ പറഞ്ഞത് വളരെ ഗ്ലിംസസ് മാത്രമാണ്. ഒത്തിരി ഈ മേഖലയിൽ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് മേഖലയിൽ വളരെയധികം വലിയ മാറ്റങ്ങൾ വരുന്നുണ്ടാവും. പക്ഷേ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഓൾറെഡി വരുന്ന 1 വർഷത്തിനകം 2 വർഷത്തിനകം നിങ്ങളുടെയൊക്കെ കൺമുന്നിൽ കാണാൻ പോകുന്ന മാറ്റങ്ങളാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിൽ ഫുഡ് ഡെലിവറി ചെയ്യാനായിട്ട് ഡ്രോൺസ് എത്തുന്നു, ഡ്രൈവർലെസ് കാറിൽ ആൾക്കാർ യാത്ര ചെയ്യുന്നു, അതും ട്രാഫിക് ബ്ലോക്ക് ഉണ്ടെങ്കിൽ പറന്ന് പൊങ്ങി നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നു ഡ്രോൺ ഡ്രിവൺ കാറിൽ കൂടി. ദാറ്റ്സ് ഗോൺ ടു ബി ലൈഫ് ഈസ് ഗോൺ ടു ബി ഈസിയർ. അറ്റ് ദ സെയിം ടൈം ലൈഫ് ഈസി ആവുന്നതോടുകൂടി നമ്മൾ വരാൻ പോകുന്ന ഫ്യൂച്ചർ എന്താണെന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്തില്ലെങ്കിൽ, ഞാൻ കഴിഞ്ഞ ഫ്യൂച്ചർ ട്രെൻഡ്സിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒന്നുകിൽ മാറ്റങ്ങളിൽ നമ്മൾക്കൊരു കൺസ്യൂമറായി അതിൻ്റെ മാറ്റങ്ങളുടെ ബെനിഫിറ്റ് എൻജോയ് ചെയ്യാം, അല്ലെങ്കിൽ ആ മാറ്റങ്ങളെ മുൻകൂട്ടി മനസ്സിലാക്കി അതിൽ എനിക്ക് എന്ത് റോള് പ്ലേ ചെയ്യാൻ പറ്റും, അതിലൂടെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടെത്തി അത് എൻ്റെ ഫ്യൂച്ചറിന് വേണ്ടി നമുക്കത് ബിൽഡ് ചെയ്യാം. വെൽത്ത് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് മാൻസ് കപ്പാസിറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദ ഫ്യൂച്ചർ. വെൽത്ത് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആ കപ്പാസിറ്റി, അത് മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റിയുടെ ഒരു പ്രോഡക്റ്റാണ് നിങ്ങളുണ്ടാക്കുന്ന വെൽത്ത് എന്ന് പറയുന്നത്. അതിനുള്ള പോസിബിലിറ്റിയാണ് ഇത്തരത്തിലുള്ള ഓരോ സെക്ടറിലും ഞാൻ ഓരോ ഇൻഫർമേഷൻ ഷെയർ ചെയ്യുമ്പോഴും നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടതെന്നാണ് എനിക്ക് പറയാനുള്ളത്. സോ നെക്സ്റ്റ് വീക്കിൽ നമ്മൾ കൂടുതൽ എക്സൈറ്റിംഗ് ആയിട്ടുള്ള 1-2 സെക്ടറുകളെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടാവും. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.